ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഒട്ടുമിക്ക പേർക്കും ലീവ് ആയിരിക്കും അല്ലേ. ഇന്ന് എനിക്കും ലീവാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇന്നും നാളെയും ആയിട്ട് അങ്ങ് തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് മോർണിംഗ് റുട്ടീനും പിന്നെ കുറച്ച് ക്ലീനിങ്ങും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എണീറ്റ് പൈപ്പ് തുറന്ന് നോക്കിയപ്പോഴേക്കും വെള്ളം ഒരു പൊടിയില്ല. അങ്ങനെ ഞാൻ താഴെ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മ വെള്ളമില്ല, മോട്ടർ ഇടുമെന്ന് പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞ് ഡിങ്കുവിന് ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പുണ്ടോ, ആ ചെരുപ്പിൽ കടിച്ചില്ലെങ്കിൽ അവൻ ഒരു സ്വൈര്യത ഉണ്ടാവില്ല. ഞാൻ ഇറങ്ങിയ പൊതുവെ ഇവൻ അങ്ങനെ അങ്ങ് കൂട്ടിലാക്കും. പക്ഷെ ഇന്ന് ഇവൻ സമ്മതിക്കണില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവൻ ഓടി പുറത്ത് കയറാൻ ഒരുങ്ങുമ്പോൾ ആണ് ഞാൻ സാധാരണ അവനെ പിടിച്ചിടാറ്. പക്ഷെ അവനെ ഇപ്പൊ എല്ലാ അടവും മനസ്സിലായി, അവൻ പിടിത്തരാറില്ല. ഇന്നത്തെ ആദ്യത്തെ പണി എന്തായാലും ബെഡ്ഷീറ്റ്സ് കഴുകുന്നതാണ്. നമ്മുടെ ഈ കംഫർട്ടർ കഴുകി എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ടൈം എടുക്കും. കാര്യം ഉണങ്ങാൻ നല്ല ടൈം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ വാഷിംഗ് മെഷീനിലാട്ടോ ഞാൻ കൊണ്ടിടുന്നത്. ഇത് ഒരു ട്രിപ്പേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ചവിട്ടുമെത്തയുണ്ട്. കൈവച്ച് കഴുകാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറ്. സാധാരണ അങ്ങനെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാത്തതാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും യൂസ് ചെയ്താലായി. അല്ല, നിങ്ങൾക്ക് ഈ മാസം കറണ്ട് ബില്ല് വന്നു, എത്ര ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് എന്തായാലും നല്ല കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ചുരുക്കിയാണ് കറണ്ട് ചെലവ് ചെയ്യാറ്. എനിക്ക് 1-2 ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. ആഹാരത്തിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് നമ്മുടെ ബാക്കി ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് മുട്ട അവിച്ച് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ മുത്തിന്റെ ഐഡിയ മാറി. അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മുട്ട റോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനും മുത്തും പൊതുവെ ഒരുമിച്ചായിരിക്കും കേട്ടോ ജോലികളൊക്കെ ഒതുക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. നമുക്ക് ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ട് എങ്കിൽ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. പിന്നെ പൊതുവേ മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ. അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ അരിഞ്ഞ് പറക്കി കൊടുക്കണതോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. മുത്തായിരിക്കും കുക്കിംഗ് ചെയ്യുക. കാര്യം മുത്ത് ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഉണ്ടാക്കാൻ അങ്ങോട്ട് എഫേർട്ട് ഇടാറില്ല. പക്ഷെ ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരിക്കും. മുത്തായിരിക്കും ആദ്യം ഇത് എടുത്തപ്പോ എന്താ പറഞ്ഞിട്ടുണ്ട്, മുട്ട എടുത്ത് വെച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. പിന്നെ ഈ ചപ്പാത്തിയിൽ വെക്കണോണ്ട് ഇച്ചിരി ക്രീമി ആക്കി എടുക്കാന്ന് വെച്ചു. ചപ്പാത്തിയും കൂട്ടി കഴിക്കണോണ്ടാണ് മുത്ത് അങ്ങനെ ഒരു റോൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മുട്ട അവിച്ചപ്പോൾ ഡിങ്കുവിനും കൂടി ചേർത്താട്ടോ മുട്ട അവിച്ചത്. അവനിപ്പോൾ കുറച്ചധികം നാളായിട്ട് അവന്റെ ഫുഡ് അവന് ഇഷ്ടമല്ല. അവൻ അധികം കഴിക്കുന്നതിന് താല്പര്യവും ഇല്ല. മുന്നെയൊക്കെ ഭയങ്കര താല്പര്യത്തോടെ കഴിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പം അങ്ങനെ കഴിക്കാറേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അവന് കൊടുക്കണം. അതായത് ഇപ്പോൾ മുട്ടയോ ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ മുട്ട ഇപ്പോഴാണ് ഇപ്പോൾ കൊടുത്തു തുടങ്ങിയത്. ഈ സമയമായപ്പോഴേക്കും വാഷിംഗ് മെഷീന്റെ പണി കഴിഞ്ഞു. തുണികളൊക്കെ ഉണക്കി കിട്ടി. ഇനി ഇത് നമുക്കൊന്ന് വിരിച്ചിടണം. കുറച്ച് വെയിൽ കൊണ്ടാൽ മാത്രമേ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ തിരിച്ച് വരത്തുള്ളൂ. അപ്പൊ 2 പേരെന്തായാലും പിടിക്കേണ്ടി വരും, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഇനി നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുവാണേ. പിന്നെ ഈ ഒരു പോട്ട് ഉണ്ടല്ലോ, ഇത് മീഷോന്ന് വാങ്ങിയതാണ്. നല്ലൊരു പോട്ടായിരുന്നു. ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഇന്നിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണി എന്തായിരുന്നു അറിയാവോ? ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു. കഴുകിയതും കഴുകാത്തതുമായിട്ട്. മുത്തിൻ്റെതാണെങ്കിൽ കഴുകാത്തതും കഴുകിയതും മുത്ത് മിക്സ് ചെയ്തിട്ടിരുന്നത്. ഞാൻ കഴുകിയത് തന്നെയാണ്. പക്ഷേ അലമാരയിലോട്ട് അടുക്കി വെക്കാണ്ട് എല്ലാം ഇങ്ങനെ ഒരു ആ ബാസ്ക്കറ്റിനകത്തോട്ട് ആക്കി വെച്ചുകൊണ്ടിരുന്നു. അപ്പം അത് തന്നെ 1 മണിക്കൂറത്തെ പണി ഉണ്ടായിരുന്നു. ഓരോ മൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മൂല ഞാൻ വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത മൂല മുത്താണ് വൃത്തിയാക്കിയത്. നമ്മൾ ഈ ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം ഇത് മുത്ത് തന്നെ ഫിക്സ് ചെയ്താട്ടോ. ഈ സാധനങ്ങൾ ഇതിൻ്റെതായിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതെല്ലാം ചെയ്തത് മുത്താണ്. ഈ ഒരു ഫാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് വൃത്തിയാക്കണമെന്ന്. മുൻപ് നമ്മൾ മന്ത്ലി വൺസ് കൃത്യമായിട്ട് വൃത്തിയായിക്കൊണ്ടിരുന്നതാ. ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു 3-3.5-4 മാസമായി. ഇതാ ഇപ്പോഴാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അഴുക്ക് അതിനകത്തുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി എനിക്ക് കിട്ടി. കാര്യം എന്താന്ന് വെച്ചാൽ വിഷയത്തിൽ നിന്നും തങ്ങി മാറി. മുത്തൊരു ഗെയിം ഡൗൺലോഡ് ചെയ്തായിരുന്നു GTA. അപ്പം അതിരുന്ന് കളിച്ച് മുത്ത് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന് കളിച്ചപ്പോൾ അവസാനം പിന്നെ കുറേ നേരത്തേക്ക് ഞാൻ ഒറ്റയ്ക്കായി. എന്നാലും കുഴപ്പമില്ല, പാവല്ലേ, കുറച്ചു നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മെഡിക്കൽ കിറ്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു പെട്ടിയുണ്ട്. അപ്പോൾ ആ പെട്ടിക്കകത്ത് കുറേ ഗുളികളും ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കളയണം. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി നല്ല ക്ലീൻ ആക്കി വെച്ചു. ഇനി പുതിയതായിട്ട് റീഫില്ല് ചെയ്യണം മരുന്നുകളെല്ലാം. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അച്ചാറിട്ടായിരുന്നു. നമ്മളെല്ലാം മുത്താണ് അച്ചാറിട്ടത്. ശർക്കരയും നാരങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണ്. ഇത് ആക്ച്വലി ഓണത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചതാട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒരു ഷോർട്സ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല, കാര്യം ടൈം ഒരുപാടായി പോകും. അപ്പൊ നമുക്ക് എന്തായാലും ഉച്ചക്കത്തേക്ക് ചോറ് തിന്നാം. ഇത് തലേന്ന് വെച്ച മീൻകറിയാണ്. ആ മീൻകറിക്കകത്ത് ഇട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. സോ ഞാൻ കുറച്ച് നമുക്ക് 2 പേർക്കും വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇത്ര മാത്രം തോരനെന്ന് ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബീട്രൂട്ട് തോരനും
അച്ചാറും മീനും എല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ചു. ചിലർക്കുണ്ടല്ലോ ഈ ഉണ്ട ഉരുട്ടി ഞവിടി ഒന്നും കഴിക്കണേന്നും അത്ര ഇഷ്ടമില്ല. ചിലർക്ക് അത് കാണുമ്പോൾ ഒരുമാതിരി വരും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി തന്നുകൊണ്ടിരുന്നത് എൻ്റെ ഒരു വല്യമ്മയാണ്. അപ്പോൾ അങ്ങനെ കഴിച്ച ശേഷമാണ് എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായത്. പണ്ടൊക്കെ ഞാൻ സദ്യ കഴിക്കുമ്പോൾ വരെയും ഞാൻ ഇങ്ങനെ എല്ലാ കറികളും എടുത്തു വെച്ചിട്ട് ഉരുട്ടി കഴിക്കുമായിരുന്നു. ആ സമയത്ത് എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിക്കരുതെന്ന്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കുക. എന്ന് വെച്ചിട്ട് ഞാൻ ഒട്ടും ഞെവിടാതെയൊന്നുമില്ല, എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ കഴിക്കാറ്. പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ, ഇന്നലത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി തണ്ണിമത്തം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മുത്തപ്പോ ഒരു ഷേക്ക് അടിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം റെസ്റ്റ് ആയിരുന്നേ, കഴിച്ചല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പണിയെടുക്കാൻ പാടില്ലല്ലോ. അപ്പോഴേക്കും ചേച്ചിയുടെ 2 കുട്ടികൾ വന്നു. അപ്പം അവരോട് കുറേ നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ബിഗ് ടാസ്ക്. ഡോറ് വൈറ്റ് തന്നെ മതി എന്നുള്ളത് നമ്മുടെ രണ്ടുപേരുടെയും മാത്രം നിർബന്ധമായിരുന്നു. പക്ഷേ ചെറിയ പണി കിട്ടി. കാര്യം അതിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. നമ്മുടെ പുറത്ത് നിൽക്കുന്ന ഭാഗത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ അഴുക്കുള്ളത്. മുത്ത് ഡോർ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഞാനിവിടെ അടുക്കള കുറേ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരിക്കും. ഇന്നൊരു 3-4 വട്ടമെങ്കിലും അടുക്കള ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. തണ്ണിമത്തൻ്റെതാണ് അവിടെ ഉള്ള ഇപ്പം മെയിൻ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഷീറ്റ് കഴുകാൻ പോവാം. ഇനിയുള്ള പണി കുറച്ച് തറ വൃത്തിയാക്കലാണ്. ഇത് ആക്ച്വലി കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പണി കൂടി ആട്ടോ. കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ചറങ്ങിയൊക്കെ വീഴും. നമ്മളെക്കാളും എൻ്റർടൈൻമെൻറ്റ് സത്യത്തിൽ ഡിങ്കുവിനാണ്. പക്ഷെ നമ്മൾ ഡിങ്കുവിനെ ഇത്തവണ തുറന്നു വിട്ടില്ല. സാധാരണ നമ്മൾ തുറന്ന് വിടുവാണെങ്കിൽ അവ ഉണ്ടല്ലോ ഇത് ഭയങ്കര ഓട്ടമായിരിക്കും. ചറുക്കി അടിച്ചൊന്ന് വീഴും, മണ്ട അടിച്ചൊന്ന് വീഴും. എന്നിട്ട് ഈ പത അവൻ നക്കി കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പേടിയാണ്, വയറങ്ങാനും ഇളവിയാലോ, കുഞ്ഞല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഇത്തവണ ഇറക്കിയതേ ഇല്ല. ഈ 2 കുരുപ്പുകൾക്കും ഈ ജോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കയ്യിലോട്ട് തരാൻ പറഞ്ഞാൽ തരത്തേ ഇല്ല. ഒരാളുടേന്ന് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആളുടേന്ന് അടുത്ത ആൾ വാങ്ങും. അപ്പോൾ മൊത്തം പ്രശ്നമായിരിക്കും. അപ്പോൾ വെറുതെ അടി ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, സർഫ് ഒഴിക്കുക, വെള്ളം വീട്ടി കൊടുക്കുക. അപ്പം മുത്തൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ ഉരയ്ക്കും. മൗലു വെള്ളം തേവി പുറത്തോട്ട് കളയും. അങ്ങനത്തെ പണികളായിരുന്നു മൊത്തം. ഈ കാർപ്പറ്റ് നമ്മൾ ഓൺലൈനായിട്ടോ ഈ കാർപ്പറ്റ് നമ്മൾ ഓൺലൈനായിട്ടാട്ടോ വാങ്ങിയത്. ഒരു 1000 സംതിങ് രൂപയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ കാര്യവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 4000 സംതിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നല്ല വാങ്ങിയത്. ആക്ച്വലി ഇത് ആൾക്കാർ എനിക്കൊന്ന് 1 വർഷത്തിൽ ഒരിക്കൽ കഴിവോളായിരിക്കും. കാര്യം ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് ആ ഒരു കാർപ്പറ്റ്. പക്ഷെ നമ്മൾ ഇന്ന് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വരുമല്ലേ, അപ്പോൾ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡിങ്കുവിനെ അവിടെ വെച്ച് എന്നെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. നോർമലി ബാത്റൂമിൽ കൊണ്ടായാണ് അവനെ കുളിപ്പിക്കാറ്. പക്ഷേ ഇന്നിനിപ്പോൾ എന്തായാലും ഇവിടെ കഴുകി ഇറക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവനെയും കൂടി കുളിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ അവൻ്റെ കുളിസിയും കാണാനാണ് ഇവർക്ക് 2 പേരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതിനുശേഷം ഉടനെ അവർ പോയായിരുന്നേ. ഇവർ വരുന്നത് നമ്മളെപ്പോലെ തന്നെ ഡിങ്കുവിനും ഭയങ്കര ഇഷ്ടമാണ്. പോയി കഴിഞ്ഞാൽ ഡിങ്കുവിന് ഭയങ്കര വിഷമമായിരിക്കും. അങ്ങോട്ട് നോക്കി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും, കൈ ഇങ്ങനെ എടുത്തു വെച്ച് കാണിച്ചുകൊണ്ടിരിക്കും. കാര്യം അവൻ നോക്കുമ്പോൾ 2 പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങി വരുന്നത്. കാര്യം ഇപ്പം എൻ്റെ മുഖം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടായിരിക്കും ഞാൻ പ്രാന്തിനെ പോലെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഡിങ്കു ഭയങ്കര നല്ല കൊച്ചു കുട്ടികളെ പോലെ ഇരുന്നേരുവേ. മറ്റെന്ന് പറയുന്നത് എടുക്കാൻ നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ കടിക്കണം, അവൻ്റെ കൈ കടിക്കണം, ഭയങ്കര വിരൂരുപ്പായിരിക്കും. പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് അവൻ ഭയങ്കര നല്ല കുട്ടീനെ പോലെ ഇരുന്ന് തരും. എനിക്ക് ഈ ഒരു ശാന്ത സ്വരൂപനായ ഡിങ്കുവിനെയാണ് ഇഷ്ടം. ഭയങ്കര അഗ്രസീവായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക്. കാര്യം അപ്പം അവനെ കടിക്കാനൊക്കെ ഒരുങ്ങും. മീൻസ് അവൻ കാര്യമായിട്ട് കടിക്കത്തില്ല, എന്നാൽ പല്ല് വെച്ച് അങ്ങനെ ഇറുക്കത്തൊന്നുമില്ല. എങ്കിലും അവന് വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കടിക്കാനുള്ളതെന്നാണ്. ഇപ്പം കൈയൊക്കെ മാറ്റുമ്പോഴേക്ക് കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് വെക്കും. ഇനി ശരിക്കും ഇപ്പോഴാണ് കേട്ടോ ഡിങ്കുവായിട്ട് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയത്. ഡിങ്കുവിനിപ്പം ഏകദേശം 4 മാസം പ്രായം ഉണ്ടാവും. ഞാൻ എൻ്റെ ജന്മത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു പട്ടിയെ വളർത്തുമെന്നോ അതുമായിട്ട് ഇത്രയും കമ്പനി ആവുമെന്നോ, മീൻസ് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്നോ, ഇങ്ങനെയൊക്കെ എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. മുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കൈ കാണിക്കുക, എന്നെ എടുക്കണേ, എന്നെ ഇട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ മുത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവന് കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നു. കളിക്കാൻ ആൾ വന്നു. ഞാൻ ഒരു കംഫേർട്ട് ലെവലിൽ നിർത്തും. മുത്താണെങ്കിൽ കളിപ്പിക്കണം, ആ ഒരു മീൻസ് കളിപ്പിക്കണം ആ ഒരു ലെവലിലാണ്. അതുകൊണ്ട് തന്നെ മുത്തിനെ ചുമ്മാ ഇങ്ങനെ കടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങി തുടങ്ങി. അങ്ങനെ പയ്യെ മുത്തടുത്തങ്ങ് കൂട്ടിനകത്തോട്ട് ആക്കുവാട്ടോ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് പാർട്ട് ഇവിടെ അവസാനിക്കുവാണ്. എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ഇനി ഞാൻ ക്ലീനിങ് പാർട്ട് ഇടുന്നില്ല. കാര്യം ഇത് ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.